ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. ഈ കഴിഞ്ഞ ആഴ്ചയിലെ താരങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെൽസി തന്നെയാണ്. യുഎഫ കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലിൽ റയൽ ബെറ്റിസിനെ 4-1 തകർത്തുകൊണ്ട് എൻസോ മരസ്കയുടെ ചെൽസി കോൺഫറൻസ് ലീഗ് തൂക്കി എന്നുള്ളതാണ്. സോ ഇതോടുകൂടി യൂറോപ്യൻ ഫുട്ബോൾ ചരിത്രത്തിലേക്ക് തങ്ങളുടെ പേര് ചെൽസി എഴുതി ചേർത്തിരിക്കുകയാണ്. യൂറോപ്യൻ സ്വീപ്പ് അടിക്കുന്ന ആദ്യത്തെ ടീം എന്നുള്ളതാണ്. അതായത് യൂറോപ്പിലെ പ്രധാന 4 ടൂർണമെൻറ്റുകളും വിജയിക്കുന്ന ആദ്യ ക്ലബ്ബാണ് ചെൽസി. യുഎഫ സൂപ്പർ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ്, അതേപോലെ ഇപ്പോൾ കോൺഫറൻസ് ലീഗും. സോ ആ റെക്കോർഡ് ഇനി ചെൽസിയുടെ പേരിൽ അറിയും. പ്രഥമ ക്ലബ്ബ് എന്നുള്ള പേരിൽ ചെൽസിയുടെ പേരിൽ ആ റെക്കോർഡ് നിലനിൽക്കും എന്നുള്ളതാണ്. സോ മത്സരത്തിൽ ശരിക്കും ആദ്യം ഒരു ഗോളിന് പിറകിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ 9ാമത്തെ മിനിറ്റിൽ അങ്ങോട്ട് ഒരു ഗോൾ മേടിച്ചാണ് ചെൽസി. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ 4 ഗോൾ തിരിച്ചടിച്ച് ഒരു കംബാക്ക് നടത്തിയൊരു വിക്ടറി ആയിരുന്നു. കോൾ പാമർ ഹാഡ് എ ബ്രില്യൻ ഗെയിം, 2 അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതോടുകൂടി ലണ്ടൻ ക്ലബ്ബുകളൊക്കെ ട്രോഫി നേടുന്ന ഒരു സീസൺ തന്നെയാണ്. മിക്ക ലണ്ടൻ ക്ലബ്ബുകളും ട്രോഫീസ് നേടുന്ന സീസൺ തന്നെയാണ്. ക്രിസ്റ്റൽ പാലസ് FA കപ്പ് നേടി, ടോട്ടനം യൂറോപ്പ ലീഗ് നേടി, ചെൽസി ഇപ്പോൾ കോൺഫറൻസ് ലീഗ് നേടി. ആഴ്സണൽ മാത്രം ഒന്നും നേടിയില്ല. അതൊരു വിഷമമായിട്ട് ആഴ്സണൽ ഫാൻസിന് ഈ ഒരു സീസൺ കഴിഞ്ഞു പോകും. ഞങ്ങൾക്കും ഒന്നും കിട്ടിയില്ല, അവർക്കൊക്കെ കിട്ടുകയും ചെയ്തു. എന്തിനു ടോട്ടനത്തിന് വരെ കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വേദനയുള്ള സീസണായിട്ട് ഇത് കഴിഞ്ഞു പോകുന്നുള്ളതാണ്. ചെൽസി ഓൾറെഡി ലാസ്റ്റ് വീക്ക് പ്രീമിയർ ലീഗിൻ്റെ അവസാന മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിച്ചതാണ്. അതിന് പുറമെ അവർക്കൊരു ട്രോഫിയും കൂടി കിട്ടിയെന്നുള്ളതാണ്. ടോട്ടനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു യൂറോപ്പ ലീഗ് ജയിച്ച കാരണം അവർ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ഉണ്ടാവും എന്നുള്ളതാണ്. സോ ദേ ഹാഡ് ബെറ്റർ സീസൺ ദാൻ ആഴ്സണൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് വാദിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ബിക്കോസ് ദേ ഗോട്ട് എ ട്രോഫി മാൻ. അതിന് വലിയ വാല്യൂ തന്നെയുണ്ട്. എനിവേ, ഓൺ ദ ഫീൽഡ് മാത്രമായിരുന്നില്ല ചെൽസി, ഓഫ് ദ ഫീൽഡും ചെൽസി ട്രാൻസ്ഫർ മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ്സ് നടത്തി എന്നുള്ളതാണ്. ആദ്യം എടുത്തു പറയേണ്ടത് ലിയാം ഡിലിപ്പിൻ്റെ കാര്യമാണ്. സോ ഇപ്സ്വിച്ച് ടൗണിൻ്റെ ഫോർവേഡായിരുന്ന ഈ 22 വയസ്സുള്ള ഇംഗ്ലീഷ് ഫുട്ബോളറിനെ ചെൽസി ഏറെക്കുറെ തൂക്കും എന്നുള്ള കാര്യം ഉറപ്പായി. എഗ്രിമെൻ്റൊക്കെ എത്തിയെന്നുള്ളതാണ്. സോ കുറച്ചു കാലമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ട് ലിങ്ക് ചെയ്ത് പോയിട്ടുകൊണ്ടിരുന്ന പേരാണ്. 30 മില്യൺ പൗണ്ട്സാണ് ഈ പ്ലെയറിൻ്റെ ട്രാൻസ്ഫർ ക്ലോസ് വരുന്നത്. കാരണം ഇപ്സ്വിച്ച് ടൗൺ ഓൾറെഡി റെലഗേറ്റഡ് ആയി കഴിഞ്ഞു. സോ ഈ ഒരു പ്ലെയർ എന്തായാലും ക്ലബ്ബ് വിടുന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിരുന്നു. യുണൈറ്റഡ് ആയിരുന്നു ഈ ഒരു പ്ലെയറെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ കുറേ നാളുകളായിട്ട് റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിവേ ചെൽസി ഓവർടേക്ക് ചെയ്തു, ആൻഡ് റീസണബിളി സോ. കാരണം ചെൽസിക്ക് നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഓൾറെഡി ഉണ്ട് അവരുടെ കൈകളിൽ. യുണൈറ്റഡിനാണെങ്കിൽ അങ്ങനെ ഓഫർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. എനിവേ ചെൽസി ഒരു ഡീൽ ഏറെക്കുറെ എഗ്രിമെൻറ്റ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്സ്വിച്ച് ടൗൺ മെഡിക്കലും കാര്യങ്ങളൊക്കെ ഓതറൈസ് ചെയ്യാൻ നിൽക്കുകയാണ്. ആ ഒരു ട്രാൻസ്ഫർ ക്ലോസ് എന്തായാലും ചെൽസി ട്രിഗർ ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ ഏറെക്കുറെ എഗ്രിമെൻറ്റ് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സോ മാൻ യുണൈറ്റഡിന് അത് വലിയൊരു ബ്ലോ തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്നുള്ളതാണ്. സോ പ്രീമിയർ ലീഗ് കഴിഞ്ഞെങ്കിലും പോസ്റ്റ് സീസണിലും മാൻ യുണൈറ്റഡിന് അത്ര നല്ല സമയമല്ല എന്നുള്ളതാണ്. അവർ കോലാലംപൂരിൽ ഒരു പോസ്റ്റ് സീസൺ മാച്ച് ഉണ്ടായിരുന്നു അഗെയിൻസ്റ്റ് ഏഷ്യൻ ഓൾ സ്റ്റാർസ്. അവിടെയും 1-0 ഒരു തോൽവി ഏറ്റുവാങ്ങാനാണ് കോലാലംപൂരിൽ, മലേഷ്യയിൽ യുണൈറ്റഡിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു ബ്ലോയും മാൻ യുണൈറ്റഡിന് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. സോ ചെൽസിയുടെ മറ്റൊരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആഴ്സണൽ ഫാൻസിന് ഇച്ചിരി ദേഷ്യം ഉണ്ടാക്കുന്നതാണ്. ആഴ്സണൽ സെസ്കോനെയാണോ ഗോയ്ക്കേഴ്സിനെയാണോ എത്തിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലേക്ക് ചെൽസി ഒരു എൻട്രി നടത്തിയിരിക്കുകയാണ്. ഗോയ്ക്കേഴ്സിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. 62 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ് ആഴ്സണൽ വെച്ചതായിട്ട് റിപ്പോർട്ട്സ് വരുന്നു. പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ ചെൽസി ഒരു ഫോർമൽ എൻക്വയറി, ഇനീഷ്യൽ എൻക്വയറി ഗോയ്ക്കേഴ്സിൻ്റെ കാര്യത്തിൽ വെച്ചു എന്നുള്ള രീതിയിലും റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സോ ആഴ്സണൽ ഗോയ്ക്കേഴ്സ് ആ ഒരു ട്രാൻസ്ഫർ ഹൈജാക്ക് ചെയ്യാൻ, അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ചെൽസി തുടങ്ങിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിവേ, ഇനി ആഴ്സണലിൻ്റെ കാര്യത്തിലേക്ക് വരാൻ ട്രാൻസ്ഫർ റൂമേഴ്സ് ഡേ ബൈ ഡേ കൂടി വരുന്നതാണ്. ഓരോ പ്ലേയേഴ്സായിട്ട് ലിങ്കപ്പ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ റൂമേഴ്സ്. ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നത് ജർമ്മൻ വിങ്ങറായ ലെറോയ് സാനയുടെ കാര്യത്തിൽ ആഴ്സണൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ബയൺ മ്യൂണിച്ചിൻ്റെ പ്ലെയറാണ്. മിഗേൽ ആർട്ടറ്റ സിറ്റിയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ തന്നെയാണ്. സോ ഈ ഒരു പ്ലെയറും കോച്ചും റീയൂണൈറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ആഴ്സണൽ ആ ഒരു സാധ്യതയിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്ലെയറിന് ബയൺ മ്യൂണിച്ചിലെ കോൺട്രാക്ട് ഈ ഒരു സീസണിൻ്റെ അവസാനത്തോടെ കഴിയും എന്നുള്ളതാണ്. ഇതുവരെ പുതുക്കലും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. സെയിം ടൈം മറ്റൊരു ലണ്ടൻ ക്ലബ്ബായ ടോട്ടനം ഹോട്ട്സ്പറും ഈ ഒരു താരത്തെ നോട്ടം ഇടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഒരു റേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആഴ്സണലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വിങ്ങേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേരുകളെ ലിങ്ക് ചെയ്യുന്നു. റഫേലിയോ തൊട്ട് റോഡ്രിഗോ, ഇപ്പോഴത്തെ ലെറോയ് സാനെ. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല, ആരെയാണ് കൊണ്ടുവരുന്നത്, ഇനി ആരെങ്കിലും കൊണ്ടുവരുമോ എന്നൊന്നും അറിയില്ല. എനിവേ ഇപ്പോൾ ലെറോയ് സാനയുടെ കാര്യത്തിൽ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്.
ആഴ്സണലിൻ്റെ നിലവിലുള്ള ട്രാൻസ്ഫർ റൂമേഴ്സിൻ്റെ ഇടയിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അർജൻറ്റീനിയൻ പ്ലെയറായ ജൂലിയൻ അൽവാരസിൻ്റെ പേരാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഫോർവേഡായ ഈ ഒരു പ്ലെയർ കഴിഞ്ഞ വർഷമാണ് സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയത്. ആ സമയത്ത് ആൻഡ്രിയോ ബർട്ട അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഴ്സണലിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ. സോ ഇപ്പോൾ ആഴ്സണൽ ആ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണ്. ആഴ്സണലും ലിവർപൂളും 2 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ഈ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ സ്പാനിഷ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഡീല് വളരെയധികം എന്താ പറയുക ഔട്ട് ഓഫ് സൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം 125 മില്യൺ പൗണ്ട്സ് വേണ്ടി വരും ഈ ഒരു പ്ലെയറിൻ്റെ റിലീസ് ട്രാൻസ്ഫർ മിക്കവാറും ട്രിഗർ ചെയ്യാനായിട്ട്. സോ അത് മാത്രമല്ല, അൽവാരസിന് നല്ലൊരു സീസൺ തന്നെ ഉണ്ടായിരുന്നു. 17 ഗോൾ 4 അസിസ്റ്റും ഒക്കെ ലാ ലീഗയിൽ ഈ പ്ലെയറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. ടീമിന് വേണ്ടി നല്ല പെർഫോമൻസ് തന്നെ, ഒരു റെഗുലർ സ്റ്റാർട്ടർ തന്നെയാണ്. പ്ലെയറും ആ ഒരു ടീമിൽ വളരെയധികം ഹാപ്പിയാണെന്നാണ് കേൾക്കുന്നത്. ആൻഡ് സിറ്റിയിൽ നിന്ന് പോയതിന് ശേഷം നല്ല പെർഫോമൻസ് തന്നെ കഴിഞ്ഞ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് തന്നെ ടീമിൻ്റെ പെർഫോം ചെയ്യാനായിട്ട് അൽവാരസിന് കഴിയുന്നുണ്ടായിരുന്നു. സോ അൽവാരസ് ഇപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ സ്പെയിൻ വിട്ട് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരും എന്ന് എനിക്കധികം തോന്നുന്നില്ല. പിന്നെ ആഴ്സണലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആൻഡ്രിയോ ബർട്ടയുടെ ഒരു പ്രസൻസ് വേണമെങ്കിൽ ഒരു ബൂസ്റ്റായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത് തിയറി ഹെൻറിയൊക്കെ ഇൻ്റർവ്യൂവിൽ ജൂലിയൻ അൽവാരസിനെ ഒരുപാട് പ്രശംസിച്ച് സംസാരിക്കുകയും ആഴ്സണലിലേക്ക് ഈ പ്ലെയറിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ ടോക്സ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കത് വളരെ വിദൂര സാധ്യതയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിവേ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയും. എന്തായാലും ആഴ്സണലും ലിവർപൂളുമാണ് ഈ ഒരു പ്ലെയറിനെ നോട്ടമിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിറകെ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്തത്. സോ ഇനി ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ സെക്കൻഡ് ഗോൾ കീപ്പറായ കെലഹറിൻ്റെ പിറകെ ബ്രാൻഫോർഡ് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആലിസൺ ബെക്കറൊക്കെ ഇഞ്ചേർഡ് ആയ സമയത്ത് കെലഹർ വളരെ ഗംഭീരമായിട്ട് ലിവർപൂളിൻ്റെ വല കാത്തതാണ്. ആ ഒരു പ്ലെയറിന് വേണ്ടി ബ്രാൻഫോർഡ് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനി ലിവർപൂളിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് എല്ലാവരും കാത്തിരിക്കുന്ന ഫ്ലോറിയൻ വിർട്സിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. സോ അവിടെ ചെറിയൊരു അട്ടിമറിക്കുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങി. നമ്മളാദ്യം സിറ്റിയും ബയൺ മ്യൂണിച്ചൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്ലോറിയൻ വിർട്സിന് വേറെ എവിടേക്കും ഇല്ല, ഫ്ലോറിയൻ വിർട്സ് നേരെ പോകുന്ന ലിവർപൂളിലേക്കാണ് എന്നുള്ള രീതിയിൽ ന്യൂസൊക്കെ ഒരുപാട് വന്നതാണ്, കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ അതിലേക്കൊരു ലാസ്റ്റ് മിനിറ്റ് എൻട്രി ആയിട്ട് റയൽ മാഡ്രിഡ് കയറി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മക്കളെ അവിടെ ചെറിയൊരു ഡേഞ്ചർ ഉണ്ട് ലിവർപൂളിന് എന്നുള്ളതാണ്. കാരണം മറ്റേത് ക്ലബ്ബാണെങ്കിലും നമുക്ക് പറയാം, പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ വരവ് കാണുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം എന്നുള്ളതാണ്. എസ്പെഷ്യലി സാബി അലോൺസോ ലെവർകൂസനിൽ ഫ്ലോറിയൻ വിർട്സിനെ ആ ഒരു ബീസ്റ്റാക്കി മാറ്റിയ സാബി അലോൺസോ റയൽ മാഡ്രിഡിൻ്റെ കൂടെ ചേരുമ്പോൾ അത് വല്ലാത്തൊരു വെയിറ്റ് റയൽ മാഡ്രിഡിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ റേസിലേക്ക് റയൽ മാഡ്രിഡ് കയറുന്നു, ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് ന്യൂസ് വന്നിട്ടുള്ളൂ. പ്ലെയറുമായിട്ട് ടോക്സ് നടന്നോ കാര്യങ്ങൾ എന്താണെന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്കിനി കൂടുതലായിട്ട് അറിയാൻ കഴിയുള്ളൂ. എനിവേ റയൽ മാഡ്രിഡും ആ റേസിലുണ്ട് എന്നുള്ളതാണ്. ലിവർപൂളിന് അതൊരു റെഡ് സിഗ്നൽ തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇനി നേരെ റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ യങ് ഫോർവേഡായ ബ്രസീലിയൻ ഫോർവേഡ് എൻട്രിക്ക് ലോൺ ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നെക്സ്റ്റ് സീസണിലേക്ക് 2 ഇറ്റാലിയൻ ക്ലബ്സാണ് ഇൻട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. ഒന്ന് യുവൻറ്റസും മറ്റൊന്ന് AC മിലാനുമാണ്. തീരുമാനമൊന്നും എടുത്തിട്ടില്ല ആ ഒരു കാര്യത്തിൽ. എനിവേ AC മിലാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ പുതിയ മാനേജറെ സൈൻ ചെയ്തു. സുപരിചിതനായ മിക്ക ഫുട്ബോൾ ഫാൻസിനും വളരെയധികം സുപരിചിതനായ മാസിമിലാനോ അലഗ്രിയാണ് പുതിയ കോച്ചായിട്ട് അവർ സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്, പഴയ യുവൻറ്റസ് കോച്ച്. സോ മാക്സ് അലഗ്രി AC മിലാനിലേക്ക് കയറിയതോടുകൂടി കോണ്ടെ മിക്കവാറും നെപ്പോളിയിൽ തന്നെ തുടരുമെന്നാണ് തോന്നുന്നത്. കോണ്ടയും നെപ്പോളിയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തിരിയുന്നു എന്നുള്ള രീതിയിൽ ഈ അടുത്തായിട്ട് റിപ്പോർട്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നു. കോണ്ടെ പോവുകയാണെങ്കിൽ അലഗ്രി ആയിരിക്കും മിക്കവാറും നെപ്പോളിയുടെ സ്ഥാനം കോച്ചിൻ്റെ മാനേജർ സ്ഥാനം ഏൽക്കുക എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. സോ അലഗ്രി ഇപ്പോൾ എന്തായാലും AC മിലാനിലേക്ക് പോയി. സോ കോണ്ടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എനിവേ നമ്മളിനി പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു നോക്കുകയാണെങ്കിൽ മാൻചെസ്റ്റർ സിറ്റിയുടെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. അവർ ഫ്ലോറിയൻ വിർട്സിൻ്റെ റേസിൽ നിന്ന് പിന്മാറി. അതേപോലെ തന്നെ കെവിൻ ഡി ബ്രൂയിനെ ആ ഒരു സ്ഥാനം വിട്ട് പോവുകയാണ്. സോ നമ്പർ 10 പൊസിഷൻ ഫില്ലപ്പ് ചെയ്യാനായിട്ട് പെപ് ഗാർഡിയോള ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നത് 2 പ്ലേയേഴ്സിനെയാണ്. ഒരു പ്ലെയർ എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ തന്നെ മോർഗൻ ഗിബ്സ് വൈറ്റും, മറ്റൊരു പ്ലെയർ എന്ന് പറയുന്നത് ലിയോണിൻ്റെ 21 വയസ്സുള്ള ഫ്രഞ്ച് നമ്പർ 10 മിഡ്ഫീൽഡർ റയാൻ ചെർക്കിയുടെയും പേരുകളായിരുന്നു. അതിലിപ്പോൾ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് റയാൻ ചെർക്കിയിലാണ് സിറ്റി കൂടുതൽ ഇൻട്രസ്റ്റഡ് എന്നുള്ളതാണ് ഇനീഷ്യൽ കോൺടാക്റ്റും കാര്യങ്ങളും ക്ലബ്ബുകൾ തമ്മിൽ ലയോണും സിറ്റിയും തമ്മിൽ തുടങ്ങി എന്നുള്ളതൊക്കെ റിപ്പോർട്ട്സിലുണ്ട്. എന്തായാലും ഫ്ലോറിയൻ വിർട്സിനെ പോലെ 125 മില്യൺ പൗണ്ട്സ് ഒന്നും പൊട്ടിക്കേണ്ട, വെറും 20 മില്യൺ പൗണ്ട്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിനെ കിട്ടും പെപ് ഗാർഡിയോളയ്ക്ക് എന്നുള്ളതാണ്. സോ ഇനി തിരിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം 2 കാര്യങ്ങൾ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണി കാർഡോസയ്ക്ക് വേണ്ടി നീക്കങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. റിയൽ ബെറ്റിസിൻ്റെ മിഡ്ഫീൽഡറാണ്. അതേപോലെ തന്നെ ടോട്ടനമിൻ്റെ പ്ലെയറായ ക്രിസ്ത്യൻ റൊമേറോയ്ക്കും വേണ്ടി ക്ലബ്ബ് ഇൻട്രസ്റ്റഡ് ആണ്.
അത്ലറ്റിക് മാഡ്രിഡ് ഇൻട്രസ്റ്റഡ് ആണ് നെക്സ്റ്റ് സീസണിലേക്ക് പ്ലെയറെ കൊണ്ടുവരാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നു എന്നുള്ളതാണ്. സോ അവസാനമായിട്ട് നമ്മൾ പോകുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. സൗദി അറേബ്യയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസർ വിടും എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഇതുവരെ ഈ ഒരു വീഡിയോ എടുക്കുന്ന മൊമെൻ്റ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ പ്ലെയർ ഈ ഒരു സീസണിൻ്റെ അവസാനമൊക്കെ എത്തിയപ്പോൾ ഒരു ക്രിപ്റ്റിക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, ദ ചാപ്റ്റർ ഈസ് ഓവർ ബട്ട് ദ സ്റ്റോറി കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ. സോ എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്തു അൽ നാസർ വിട്ട് റൊണാൾഡോ പോവുകയാണെന്നുള്ളത്. 2.5 കൊല്ലമായി യുണൈറ്റഡിൽ നിന്ന് അൽ നാസറിലേക്ക് വന്നിട്ട് 99 ഗോളൊക്കെ അടിച്ചു. പക്ഷേ മേജർ ട്രോഫീസ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. കരിയറിൽ 1000 ഗോൾ എന്ന് പറയുന്ന ഒരു മേജർ മൈൽ സ്റ്റോണിലേക്ക്, റെക്കോർഡ് മൈൽ സ്റ്റോണിലേക്ക് 66 ഗോൾ അകലെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ ആ ഒരു സമയത്ത് ഈ ഒരു പ്ലെയർ അൽ നാസർ വിട്ട് തിരിച്ച് യൂറോപ്പിലേക്ക് വരുമോ അതോ അൽ നാസർ സൗദി അറേബ്യയിലെ തന്നെ മറ്റൊരു ക്ലബിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. സോ സൗദി അവിടുത്തെ പ്രൊവിഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഗ്രൂപ്പ്സ് എല്ലാവരും ഈ ഒരു പ്ലെയറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്ഡേറ്റ്സ് വരുന്നു. സൗദിയിൽ തന്നെ അതേ കണ്ടിന്യൂ, കാരണം ആ ഒരു ഫുട്ബോൾ പ്രൊജക്റ്റിൻ്റെ ഫേസ് തന്നെ റൊണാൾഡോ ആണ് എന്നുള്ള രീതിയിൽ ഈ ഒരു പ്ലെയർ അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ ആ പ്ലെയറിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെ റിപ്പോർട്ട്സ് വരുന്നു. അതൊക്കെ എല്ലാം എൻറ്റയർലി ലെജിറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് അൽ നാസറിൻ്റെ സ്പോർട്ടിംഗ് ഡാറ്റ ഫെർണാണ്ടോ ഹീറോ പറഞ്ഞത് ഈ ഒരു പ്ലെയർ അൽ നാസറുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും എന്നാണ് അവരുടെ പ്രതീക്ഷ എന്നുള്ളതൊക്കെയാണ്. സൗദി ഫുട്ബോളിൻ്റെ തൽക്കാലം ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫേസ് ഈ ഒരു പ്ലെയർ ആണ് എന്ന രീതിയൊക്കെ റൊണാൾഡോനെ പൊക്കി അടിച്ചൊക്കെ ഹീറോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഡിസിഷൻ എന്ന് അറിയാനായിട്ട് മിക്ക റൊണാൾഡോ ഫാൻസും കാത്തിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. സോ അതിൽ റൊണാൾഡോ കളിക്കാൻ ഉണ്ടാകുമോ ഇല്ലയോ, അതാണ് ഇപ്പോൾ എല്ലാവരുടെയും മെയിൻ ചോദ്യം. എഗെയിൻ മെസ്സി വേഴ്സസ് റൊണാൾഡോ വൺ ലാസ്റ്റ് ടൈം പറഞ്ഞു കുറേ വൺ ലാസ്റ്റ് ടൈം. എനിവേ ആ ഒരു ലാസ്റ്റ് ഡാൻസ് എഗെയിൻ ഒരു ഡാൻസും കൂടി കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് റൊണാൾഡോ ഫാൻസ് ഉറ്റു നോക്കുന്നത്. ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ റൊണാൾഡോ ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് മാറുമോ, സൗദി അറേബ്യയിൽ തന്നെ വേറെ ക്ലബിലേക്ക് മാറുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറും. ഇപ്പോൾ ഡെയിലി ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്, ഇന്ന രാജ്യത്ത് ഇന്ന ക്ലബ്ബുമായിട്ട് ലിങ്ക്ഡായി, ഇന്ന രാജ്യത്ത് ആ ക്ലബ്ബുമായിട്ട് ലിങ്ക്ഡായിരുന്നു. പകുതി വിശ്വസിക്കാൻ പറ്റാത്ത റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ലെറ്റ്സ് സീ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ് വേൾഡ് കപ്പിന് ഉണ്ടാകുമോ, മെസ്സി വേഴ്സസ് റൊണാൾഡോ വൺസ് അഗെയിൻ കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം കേട്ടോ. ആൻഡ് അതേപോലെ മറ്റുള്ള ട്രാൻസ്ഫർ റൂമേഴ്സും കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ആൻഡ് മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചും ഈ വീഡിയോനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.